അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ചും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കാർഡ് നമുക്ക് പേജ് ഓഫ് കപ്സിന്റെ ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. പേജ് ഓഫ് കപ്സ്. ഓക്കെ, 10 ഓഫ് പെന്റക്കിൾസ്, നൈറ്റ് ഓഫ് കപ്സ്, ദ എംപറർ കാർഡാണ് പിന്നീട് നമുക്ക് കിട്ടുന്ന ഒരു കാർഡ്. ഓക്കെ, പേജ് ഓഫ് വാൻഡ്സ്, ദ ഹാങ്ഡ് മാൻ, 8 ഓഫ് കപ്സ്, 7 ഓഫ് വാൻഡ്സ്, സോറി 7 ഓഫ് വാൻഡ്സ് അല്ല, 6 ഓഫ് വാൻഡ്സ് ആണ്, 2 ഓഫ് വാൻഡ്സ്, ദ ഫുൾ കാർഡ്. ഓക്കെ, നമുക്ക് 2 കാർഡുകൾ കിട്ടിയിട്ടുണ്ട്, 2 നമുക്ക് എടുക്കാം. ദ മൂൺ കാർഡ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ 9 ഓഫ് കപ്സും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ള കാർഡുകൾ. നമുക്ക് മാസ്റ്റർ കാർഡും കൂടി നോക്കാം. മാസ്റ്റർ കാർഡ് നോക്കുമ്പോൾ നമുക്ക് 4 ഓഫ് പെന്റക്കിൾസ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പേജ് ഓഫ് കപ്സ്, അതുപോലെ നൈറ്റ് ഓഫ് കപ്സ്, 9 ഓഫ് കപ്സിൻ്റെ ഒക്കെ എനർജീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വ്യക്തമാകുന്നത് അവർക്ക് ഇപ്പോഴും നിങ്ങളോടുള്ള സ്നേഹവും ഇമോഷണൽ കണക്ഷനും എല്ലാം അതുപോലെ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ്. അവര് നിങ്ങളെ ഒരു ജെനുവിനായിട്ട് അവർക്ക് സ്നേഹം നൽകിയ ഒരു വ്യക്തിയായിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹം ജെനുവിനായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. ചിലപ്പോൾ വീണ്ടും നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യണം, നിങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹവും അവർക്കുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടോ അത് ചെയ്യുന്നില്ല അവർ, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ലാത്ത ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ വരുന്നത് 10 ഓഫ് പെന്റക്കിൾസും ദ എംപറർ കാർഡും വരുമ്പോഴത്തേക്കും നിങ്ങളെ അവര് ഒരു ലോങ് ടൈം സ്റ്റെബിലിറ്റി ആയിട്ട്, അല്ലെങ്കിൽ ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ഫ്യൂച്ചർ പാർട്ട്ണർ എന്ന രീതിയിലൊക്കെ തന്നെയാണ് കണ്ടിരുന്നതും ഇപ്പോഴും അവരങ്ങനെ തന്നെയാണ് കാണുന്നത്. അങ്ങനെ അവരുടെ ആ ഒരു പാർട്ട്ണർ എന്ന രീതിയിൽ മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും അവർക്ക് കഴിയുന്നുമില്ല. പക്ഷേ ദ എംപറർ കാരണം അവരുടെ ഈഗോയും, അതായത് കൺട്രോളും വിട്ടുകൊടുക്കാനായിട്ട് മടിക്കുന്നു എന്നാണ് കാണുന്നത്. അവർ സ്ട്രോങ് ആയി കാണപ്പെടാനായിട്ട് ശ്രമിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നിങ്ങളുമായിട്ട് ഈ ഒരു ലെസ് കോണ്ടാക്ട്, അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലംസ്, അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ഒക്കെ വന്നിട്ടുള്ളത്. അവരുടെ ഒരു കൺട്രോൾ നിങ്ങളുടെ മേലിൽ വെക്കാനായിട്ട് ശ്രമിക്കുന്നു. ആ ഒരു കൺട്രോൾ കിട്ടാതെ വരുന്ന സമയത്ത് അവരുടെ ഈഗോ ഹേർട്ട് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് ഇവിടെ മെയിൻ ഈ ഒരു സെപ്പറേഷൻ, അല്ലെങ്കിൽ ഈ ഒരു ലെസ് കോണ്ടാക്ടിനൊക്കെ കാരണമാകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പേജ് ഓഫ് വാൻഡ്സ് ഉണ്ട്, ദ ഫുൾ കാർഡ് ഉണ്ട്. അപ്പൊ നിങ്ങളോട് വീണ്ടും നിങ്ങളോടൊപ്പം ചേർന്ന് ഒരു പുതിയ റിലേഷൻഷിപ്പ്, ഒരു ന്യൂ ബിഗിനിങ് തുടങ്ങണം എന്നൊരു ക്യൂരിയോസിറ്റിയും അവർക്കുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് അവരൊരു വശത്ത് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഈഗോസ് കാരണം അവർക്ക് അതിലേക്ക് വരാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിൽ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് പറ്റുന്നില്ല. ഒരു ആക്ഷൻ എടുക്കാതെ അങ്ങനെ മാറി നിൽക്കുന്ന ഒരു വശവും, ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു ന്യൂ ബിഗിനിങ് വേണമെന്നൊരു ക്യൂരിയോസിറ്റിയും അവർക്കുണ്ട്. അപ്പോൾ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ട് വേണമെന്ന് തോന്നൽ അവരുടെ ഉള്ളിനുള്ളിൽ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ മൂൺ കാർഡ് ഉണ്ട്, അതുപോലെ ഇവിടെ ഹാങ്ഡ് മാൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻസ് ആണ് ഇവിടെ, മൊത്തം കൺഫ്യൂഷൻസ് ആണ് ഈ ഒരു പേഴ്സൺ. ഓവർ തിങ്കിങ്ങും അതോടൊപ്പം തന്നെ ഈ ഒരു കൺഫ്യൂഷനോടൊപ്പം തന്നെ ഓവർ തിങ്കിങ്ങോടെ വരുമ്പോഴത്തേക്ക് അതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകും. പിന്നെ കുറേയധികം പേടികൾ അവർക്കുണ്ട്. മറ്റുള്ള ആളുകളോടുള്ള പേടി, സൊസൈറ്റിയോടുള്ള പേടി, ഒരു നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതലും ആ ഒരു കാര്യം നമ്മൾ മുന്നോട്ടേക്ക് ആരെങ്കിലും എന്തെങ്കിലും, നമ്മളിപ്പോൾ സാധാരണ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്കത് നല്ലത് വരും, അല്ലെങ്കിൽ നമ്മളത് രക്ഷപ്പെടും എന്ന രീതിയിലല്ലേ നമ്മൾ മുന്നോട്ടേക്ക് വെക്കുക. അപ്പോൾ ഈ ഒരു പേഴ്സൺ മുന്നോട്ടേക്ക് ഒരു കാലെടുത്ത് വെക്കുന്നതിന് മുന്നേ തന്നെ ചിന്തിക്കുന്നത് അതിൻ്റെ നെഗറ്റീവ് വശങ്ങളെ കുറിച്ചാണ്. ആ ഒരു ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അവര് സിറ്റുവേഷൻസിന്റെ ഒരു അതായത് സിറ്റുവേഷൻസ് അവർക്ക് അവരുടെ കൂടെ നിൽക്കുന്നതായിട്ട് അവർ ഒരിക്കലും സങ്കല്പിക്കുന്ന പോലുമില്ല. അവർക്ക് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും വന്നു ഭവിക്കും എന്ന് അവർ കണക്കാക്കുന്നില്ല, അവർ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ
അവിടെ ആ ഒരു സ്ഥലത്ത് അവർ നെഗറ്റീവായി ചിന്തിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് ഒരു ആക്ഷൻ എടുക്കാതെ അവിടെ പോസ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്ന എനർജീസ് ആണ് കാണുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവര് ഇമോഷൻസ് വളരെ ഇമോഷൻസ് ആയിട്ട് ഇങ്ങനെ ഈ റിലേഷൻഷിപ്പിൽ നിന്നിരുന്ന ഒരു പേഴ്സണാണ്. പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോൾ അവരുടെ ഇമോഷൻസ് ഈ ഒരു നിങ്ങളോടും അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനോടുള്ള ഇമോഷൻസിന് ഒരു കോട്ടം സംഭവിച്ചു എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ ഇമോഷണൽ പരമായിട്ട് അവരൊരു ഡിസ്റ്റൻസ് നിങ്ങളിൽ നിന്ന് എടുത്തു എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇമോഷണലി ഡിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ പ്രസന്റ്ലി നിങ്ങളുടെ കൂടെ ഈ ഒരു പേഴ്സൺ ഉണ്ടാകാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഉണ്ടാകാം, പക്ഷേ ഇമോഷണലായിട്ട് അവർ നിങ്ങളിൽ നിന്ന് മാറിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ മോഡിലാണ് അവർ. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായി, അവർക്ക് എന്തൊക്കെയോ ഒരു വേദനകളും വിഷമങ്ങളൊക്കെ ഇതിൽ നിന്ന് വന്നിട്ടുണ്ട്. അവരെ ചിലപ്പോൾ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങളാകണമെന്നില്ല. ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം അതിൽ നിന്ന് വന്നു പോയിട്ടുള്ള വേദനകളോ കാര്യങ്ങളോ ഒക്കെ ആകാം, എങ്ങനെ വേണമല്ലോ ആകാം. അപ്പൊ എന്താണെങ്കിലും ആ ഒരു വേദന, ആ ഒരു ഹേർട്ട്, അതിനെയാണ് അവർ പേടിക്കുന്നത്. ഇനിയും ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു വേദനകളൊക്കെ വരുമോ, അല്ലെങ്കിൽ ഞാൻ ആ ഒരു വേദന എന്ന് പറഞ്ഞ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അത്രയധികം ഹൃദയം തകർന്നു പോകുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതെന്താണ് എന്നത് ഓരോരുത്തരെയും ഡിപ്പെൻസ് ചെയ്തിരിക്കും. അപ്പോൾ ഞാനിവിടെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നു പോയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ഭാഗത്തു നിന്ന് വന്നു പോയിട്ടുള്ള ഒരു മിസ്റ്റേക്ക്, അല്ലെങ്കിൽ എന്തോ ഈ ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഇതിനുള്ളിൽ തന്നെ വന്നു പോയിട്ടുള്ള എന്തോ ഒരു പ്രശ്നമാണ്. അതാണ് ഇവരെ ഏറ്റവും കൂടുതൽ ബാധിച്ചതും, അല്ലെങ്കിൽ മനസ്സ് തകർന്നു പോകുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു കാര്യം അവർ പ്രതീക്ഷിച്ചിട്ടില്ല, അങ്ങനെ ഒരു കാര്യം, അങ്ങനെ ഒരു വാക്ക് നിങ്ങളുടെ വായിൽ നിന്ന്, സംസാരം, അങ്ങനെ എന്തുമാകാം. അപ്പൊ ആ ഒരു വേദന അത് ഇനിയും ഉണ്ടാകുമോ, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനിയും മുന്നോട്ട് പോയാൽ എന്നൊക്കെ അവർ പേടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 4 ഓഫ് പെന്റിക്കിൾസ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ലെറ്റ് ഗോ ചെയ്ത് പോകാനായിട്ട് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർ ഇമോഷണലി കുറച്ച് ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞു ഇപ്പൊ തന്നെ. ഇനി ഇതിൽ നിന്ന് ഒന്ന് ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് അവർ ആലോചിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അതിന് പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളെ വിട്ട് കളഞ്ഞിട്ട്, നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് പോകാനായിട്ട് അവർ ഇഷ്ടപ്പെടുന്നില്ല, അവരുടെ മനസ്സ് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അത് തുറന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ടും അവർ റെഡിയല്ല. ഇതാണ് ശരിക്കും ഇവിടെ നടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അവരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതാണ്. അതായത് നിങ്ങളോട് കൂടെ നിൽക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ നിങ്ങളിൽ നിന്ന് പോകാനായിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും അവർ ഒരേ സമയം ആഗ്രഹിക്കുന്ന എനർജീസ് ആണ് നമുക്ക് കൊടുക്കുന്നത്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു പേഴ്സന്റെ അല്ലെങ്കിൽ ഒരു ഫീലിങ്സ് ആണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് 9 ഓഫ് കപ്സിന്റെ ഒരു എനർജി വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ഡീപ്പായിട്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിങ്ങൾ അവരുടെ ഒരു ശരിക്കും അവരുടെ ലൈഫിൽ അവർ ആഗ്രഹിച്ച്, എനിക്ക് ഇങ്ങനെ ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ വേണം, കുറച്ച് നാളത്തേക്കാണെങ്കിലും എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു പേഴ്സൺ ഉണ്ടാകണം എന്ന് അവർ ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു പേഴ്സണാണ് നിങ്ങൾ. അതായത് അവരുടെ ഒരു വിഷ്, അവരുടെ ഒരു ആഗ്രഹം ഫുൾഫിൽമെന്റ് നടത്തി, വിഷ് ഫുൾഫിൽമെന്റ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം പൂർണ്ണമായിട്ടും അവർക്ക് അറിഞ്ഞ ദൈവം കൊടുത്തിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളെന്ന് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷം തരുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നിങ്ങൾ അവർ കാണുന്നത്. നിങ്ങളോട് 2 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ അവർ ഭയങ്കര, പക്ഷെ ഇതിൽ നിന്നും ഈ ഒരു റിലേഷൻഷിപ്പ് നിന്നും പല തരത്തിലുള്ള വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവർക്ക് ഉണ്ടാകുന്നുണ്ട്. അതിപ്പോ ഡയറക്റ്റ് നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ടോ അങ്ങനെയൊന്നും ആകണമെന്നില്ല. എന്താണെങ്കിലും സിറ്റുവേഷൻസ് ആണല്ലോ ഓരോരോ പ്രശ്നങ്ങളും വിഷമങ്ങളും വേദനകളും ഒക്കെ നമുക്ക് തരുന്നത്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് കൊണ്ടോ മറ്റു വ്യക്തികൾ കൊണ്ടോ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായാൽ ഉണ്ടാകുന്ന വിഷമങ്ങൾ കൊണ്ടോ എങ്ങനെയൊക്കെയോ കുറെ വേദനകളും ഹേർട്ടുകളും ഇവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴാണെങ്കിലും നിങ്ങളുടെ അടുത്ത് ഒരു 5 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പിയാണ് എന്നൊരു രീതിയിലാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന, ഒരു സന്തോഷം തരുന്ന ഒരു പേഴ്സൺ എന്ന രീതിയിലാണ് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കണക്ഷൻ ഡീപ്പായിട്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒറ്റ വാക്കി പറഞ്ഞാൽ അവര് നിങ്ങളെ മറന്നിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സെപ്പറേഷനിൽ പോയിട്ടുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ കുറെ നാളുകളൊക്കെ ആയിട്ട് കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും അവര് നിങ്ങളെ മറന്നിട്ടില്ല, ഇനി ഒരിക്കലും മറക്കുകയുമില്ല. അപ്പോൾ എന്നാൽ അവരുടെ മനസ്സ് ഇപ്പോഴും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലൂടെ തന്നെയാണ് പോകുന്നത്. കുറെ ഈഗോസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഇതെല്ലാം ഉണ്ട്. ആ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് ബ്ലോക്കായിട്ട് അവരുടെ മനസ്സിങ്ങനെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു സമയത്ത് നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഈ ഒരു സെപ്പറേഷനോ ലെസ് കോണ്ടാക്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നതായിരിക്കും ഈ പേഴ്സൺ ഓൾറെഡി ഇമോഷണലി നിങ്ങളിൽ നിന്നും കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിപ്പോയി, അല്ലെ ഡിസ്റ്റൻസ് എടുത്തു. ഇവിടെ കൂടെ ഉണ്ടെങ്കിലും പലപ്പോഴും അവരെ നിങ്ങൾക്ക് മിസ് ചെയ്യുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. ഇപ്പോൾ ആ ഒരു വിഷമങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. റിയൽ ആയിട്ടുള്ളൊരു പെയിൻ ആണത്. വളരെയധികം ആ ഒരു പെയിനിലൂടെ ആയിരിക്കും നിങ്ങളും കടന്നു പോകുന്നത്. അത് ഒരിക്കലും ഇഗ്നോർ ചെയ്ത് കളയാൻ പറ്റാത്ത ഒരു വേദനയുമാണ്. അപ്പോൾ ഈ ഒരു റീഡിങ് നോക്കുമ്പോൾ പ്രശ്നം നിങ്ങൾക്ക് സ്നേഹമില്ലാത്തതല്ല, ഒരു ക്ലാരിറ്റി ഇല്ലായ്മയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങളെ ഈ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ തരാത്തതാണ് നിങ്ങളെ കൂടുതൽ വേദനിപ്പിക്കുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാതിരിക്കുന്നതോ അല്ലെങ്കിൽ സെപ്പറേഷനിൽ പോയതോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഓക്കെ ലൈഫ് ലോങ് കിട്ടുമെന്ന് നിങ്ങൾക്കറിയാമായിരിക്കാം, അല്ലെങ്കിൽ ഉറപ്പുണ്ടായിരിക്കാം. എങ്കിൽ പോലും ഇവിടെ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. അതാണ് നിങ്ങളെ കൂടുതൽ വേദനിപ്പിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ഇതാണ് ഇപ്പോഴത്തെ ഒരു നിങ്ങളുടെ പേഴ്സന്റെയും റിലേഷൻഷിപ്പിന്റെ ഒക്കെ സിറ്റുവേഷൻ എങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സെയിം കാർഡുകൾ വെച്ചിട്ട് തന്നെ നോക്കുമ്പോൾ ഹാങ്ഡ് മാൻ എനർജിയിലേക്ക് വരുവാണെങ്കിൽ റിയാലിറ്റി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം എന്നാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ക്ലിയർ ആയിട്ടൊരു ആക്ഷൻ ഇല്ല. അതായത് നിങ്ങൾ മാത്രം ഈ ഒരു ബന്ധം, ഈ ഒരു റിലേഷൻഷിപ്പ് പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾക്ക് മാത്രമായിട്ട് ഈ റിലേഷൻഷിപ്പ് പിടിച്ചു നിർത്താനായിട്ട് പറ്റില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു റിയാലിറ്റി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. ആ ഒരു പേഴ്സണ് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് യാതൊരു വിധത്തിലുള്ള താല്പര്യവും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് മാത്രമായിട്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും ഇല്ല. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അക്സെപ്റ്റ് ചെയ്യണം. അതാണ് യൂണിവേഴ്സ് നമുക്ക് ഫസ്റ്റ് പറഞ്ഞു തരുന്നൊരു കാര്യം. സെക്കൻഡ് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ഓവർ തിങ്കിങ് നിർത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ദ മൂൺ കാർഡിനകത്ത് മൊത്തം ഓവർ തിങ്കിങ് ആണ്. അപ്പോൾ അത് നിർത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഇനി അവർ വരുമോ, അവരെന്നെ സ്നേഹിക്കുന്നുണ്ടോ, ഇനി സ്നേഹിക്കുമോ എന്നൊക്കെ ഇങ്ങനെയുള്ള ചിന്തകളിൽ മൊത്തത്തിൽ ഇങ്ങനെ കുരുങ്ങിക്കിടക്കുകയാണ്. ഇത് നിങ്ങളുടെ മനസ്സിനെ വളരെയധികം തളർത്തുകയല്ലാതെ വേറെ ഒരു കാര്യവും ഇതിനകത്ത് നടക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓവർ തിങ്കിങ് എങ്ങനെ ചെയ്യുന്നത് നിർത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു കാര്യം യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. അത് നമ്മളിപ്പോൾ ടിപ്സ് പോലെയൊക്കെ പറയുകയാണെങ്കിൽ ഒരു ദിവസത്തിൽ കുറച്ച് സമയം മാത്രം ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുള്ളൂ. ഞാൻ ഇനി ഈ ഒരു പേഴ്സണെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ്, നിങ്ങൾ തമ്മിലുണ്ടായ ഒരു ഇൻസിഡന്റ് ഒക്കെ മറക്കാൻ പറ്റാത്ത സമയങ്ങൾ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പക്വമാക്കുക എന്നുള്ളതാണ്, അല്ലെ പറഞ്ഞ് പഠിപ്പിക്കുക. ഒരു ദിവസത്തിൽ കുറച്ചൊരു സമയം മാത്രം ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ, ഈ ഒരു പേഴ്സണെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ എന്ന രീതിയിൽ ഒക്കെ നമുക്ക് ഒരു കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കി സമയം നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യും. ആ ഒരു മണിക്കൂർ ഈ ഒരു പേഴ്സണെ കുറിച്ചോ റിലേഷൻഷിപ്പിനെ കുറിച്ചോ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ടിരിക്കും. ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് തന്നെ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യും എന്നൊക്കെ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സിൽ നിന്ന് വരുന്ന ഗൈഡൻസ്. ഓക്കെ, മൂന്നാമതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സെൽഫ് റെസ്പെക്റ്റ് പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. 7 ഓഫ് വാൻഡ്സും 4 ഓഫ് പെന്റക്കിൾസും. അവർ വരാത്തപ്പോൾ നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്നത് നിങ്ങളെ കൂടുതൽ ഹേർട്ട് ചെയ്യും. കാരണം നിങ്ങൾ ചേസ് ചെയ്യും തോറും അവർ ഡിസ്റ്റൻസ് എടുക്കുന്നു, അല്ലെങ്കിൽ അവരെ മിണ്ടാതിരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വീണ്ടും വീണ്ടും നിങ്ങളെ ഹേർട്ട് ചെയ്യും. അപ്പൊ നിങ്ങളുടെ വാല്യൂ കുറയ്ക്കാനായിട്ട് ഒരിക്കലും നിങ്ങൾ അനുവദിക്കരുത്, അല്ലെങ്കിൽ വാല്യൂ കുറഞ്ഞു പോകാനായിട്ട് നിങ്ങൾ അനുവദിക്കരുത്. അതാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്ന മറ്റൊരു കാര്യം. ഫോർത്ത് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോവ്ലി നിങ്ങൾ ആ ഒരു പേഴ്സണിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവാനായിട്ട് പഠിക്കുക. 8 ഓഫ് കപ്സ്. ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഒരു എനർജി നോക്കുകയാണെങ്കിൽ വളരെ അറ്റാച്ച്ഡ് ആണ് നിങ്ങൾ ആ ഒരു പേഴ്സണുമായിട്ട്. അപ്പോൾ അത് ഡിറ്റാച്ച്ഡ് ആകാനായിട്ട് ശ്രമിക്കുക. ഇനി ആ ഒരു പേഴ്സൺ ഒരു ആക്ഷൻ എടുത്ത് തിരിച്ചു വന്നാൽ പോലും ഈ ഒരു ഓവർ അറ്റാച്ച്മെന്റ് ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിൽ ഒരു അറ്റാച്ച്മെന്റിൽ അവരുമായിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ഓവർ അറ്റാച്ച്മെന്റ് എങ്ങനെ ഡിറ്റാച്ചിലേക്ക് ആക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇത് ഒരിക്കലും ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ ഗ്രാജുവലി ഇത് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. പഴയ ആ ഒരു ചാറ്റൊക്കെ വീണ്ടും റീവിസിറ്റ് ചെയ്യുന്നത് കുറയ്ക്കുക, അവരെ കുറിച്ച് അന്വേഷിക്കുന്നത് കുറയ്ക്കുക. അതുപോലെ തന്നെ മനസ്സിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റൊട്ടീൻസ് ഒക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക, അതൊക്കെ ട്രൈ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ഡിറ്റാച്ച്മെന്റ് ഗ്രാജുവലി നിങ്ങൾ ഇന്ന് കളയാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അതാണ് ഇവിടെ 9 ഓഫ്
കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ഹാപ്പിനെസ് ഒരാളിൽ മാത്രം ഡിപ്പെൻഡ് ആയിട്ട് അങ്ങനെ നിൽക്കുന്ന ഒന്നാകരുത് എന്നുള്ളതാണ്. അത് പല പല ആളുകളിൽ നമ്മൾ, അതായത് നമ്മളിപ്പോൾ ലൈഫിൽ പല പല ആളുകളുണ്ട്. നമുക്ക് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, കൊളീഗ്സ് ഉണ്ട്, സൊസൈറ്റിയിൽ പല പല രീതിയിലുള്ള ആളുകൾ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മളുമായിട്ട് സഹകരിച്ചു പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അവിടെയെല്ലാം കുറേശ്ശെ കാര്യങ്ങളിൽ നിങ്ങൾ ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൊച്ചു കാര്യങ്ങളിൽ ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഈ നമുക്ക് കിട്ടേണ്ടുന്ന സന്തോഷങ്ങളെല്ലാം ഈ ഒരൊറ്റ പേഴ്സണിൽ നിന്ന് മാത്രം കിട്ടണമെന്ന് നമ്മൾ ഒരിക്കലും വാശി പിടിക്കരുത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഹോബീസ്, സെൽഫ് കെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഇവയെല്ലാം നിങ്ങളെ ഒരു മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യനാക്കി മാറ്റും എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് പറഞ്ഞത്. ഇതൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോഴും ഇത് വളരെ കഠിനമായ ഒരു കാര്യം തന്നെയാണ്. അതാണ് ഇവിടെ ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് ഇങ്ങനെ ഡിറ്റാച്ചിലേക്കൊക്കെ പോകാന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം സ്നേഹം ഉണ്ടെങ്കിലും എഫേർട്ട് ഇല്ലെങ്കിൽ അത് റിലേഷൻഷിപ്പായിട്ട് മാറില്ല. ഇപ്പൊ രണ്ടുപേർക്കും അങ്ങോട്ട് ഇപ്പൊ നമ്മൾ ഈ ഒരു വ്യക്തിയുടെ ചിന്താഗതി, നിങ്ങളുടെ പേഴ്സണൽ ചിന്താഗതി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അവർക്ക് നല്ല രീതിയിൽ സ്നേഹമുണ്ട്, ഡീപ്പായിട്ടുള്ള സ്നേഹം തന്നെയുണ്ട്. പക്ഷെ അവരൊരു എഫേർട്ടും ഇടുന്നില്ല. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ എന്താണ് കാര്യം? ഉള്ളതും ഇല്ലാത്തതും എല്ലാം ഒരേപോലെയല്ല. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത് ഒരു ക്ലാരിറ്റിയും ഒരു കൺസിസ്റ്റൻസിയും ഒരു റെസ്പെക്റ്റും ഒക്കെയാണ്. അത് കിട്ടുന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് അതിൽ ഒരു കാര്യം മാത്രം കിട്ടുന്നുണ്ട്, ക്ലാരിറ്റി കിട്ടുന്നുണ്ട്, പക്ഷെ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നില്ല, റെസ്പെക്റ്റ് കിട്ടുന്നില്ലെങ്കിലും, അല്ലെങ്കിൽ കൺസിസ്റ്റൻസി കിട്ടുന്നുണ്ട്, ക്ലാരിറ്റി ഇല്ല, റെസ്പെക്റ്റ് ഇല്ല. ഇങ്ങനെ ഈ 3 കാര്യങ്ങളും കൂടെ ഒരുമിച്ച് കിട്ടുമ്പോൾ മാത്രമാണ് അത് റിലേഷൻഷിപ്പ് ആവുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അതൊരു നല്ല റിലേഷൻഷിപ്പാണ്, ഒരു റൈറ്റ് പേഴ്സൺ ആണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ വേദന, അത് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വേദന, നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കുന്ന വേദന, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കൊരു ലെസൺ കൂടിയാണ്. നിങ്ങൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ വാല്യൂ ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ചേസ് ചെയ്ത് പിടിച്ചു കൊണ്ടുവരേണ്ടതില്ല, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ മുന്നിൽ കരഞ്ഞ് കാല് പിടിച്ചവരെ കൊണ്ടുവരേണ്ടതില്ല. നിങ്ങളെ വാല്യൂ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങളെ തേടി വരും എന്നുള്ളതാണ്. അവർ തന്നെ നിങ്ങളെ തേടി വരും. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഒരിക്കലും അവരെ ചേസ് ചെയ്ത് അവരെ പഴയതുപോലെ ഈ ഒരു രീതിയിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ച് എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാതിരിക്കും. അപ്പോൾ സ്ലോലി ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഒരു പെയിൻ കുറയ്ക്കാനും മനസ്സൊന്ന് സ്റ്റേബിൾ ആക്കാനുമുള്ള ഹീലിങ്ങിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടത് അത്യാവശ്യമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങളിപ്പോൾ ഫീൽ ചെയ്യുന്ന ഒരു പെയിൻ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ തെറ്റായ ആളെയാണ് ഈ പിടിച്ചു നിർത്തിയിരിക്കുന്നതെങ്കിൽ ആ ഒരു പെയിൻ എന്ന് പറയുന്നത് പെർമനന്റ് ആകും. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയി, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ സെപ്പറേഷനിലേക്ക് പോയി, എങ്ങനെയാണെങ്കിലും നിങ്ങൾക്കുള്ള പേഴ്സൺ ആണെങ്കിൽ അത് നിങ്ങളിലേക്ക് തന്നെ വരും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഇനി ഈ ഒരു വേദന, ഇതാണ് എൻ്റെ ഏറ്റവും വലിയ വേദന എന്ന രീതിയിൽ ഇരിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കണം. ഇതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു വേദന മാത്രമാണ്. നിങ്ങൾ ഈ ഒരു പേഴ്സണെ, നിങ്ങളെ റൈറ്റ് പേഴ്സൺ അല്ല ഈ ഒരു പേഴ്സണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ പിടിച്ചു നിർത്തിയാൽ ആ ഒരു ഈ ഒരു പെയിൻ എന്ന് പറഞ്ഞത് എന്നും പെർമനന്റ് ആയിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ചെറിയ വേദന, അതോടുകൂടി ഈ ഒരു പേഴ്സൺ പോയി അല്ലെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. പക്ഷെ ഈ ഒരു പേഴ്സണെ നിങ്ങളായിട്ട് പോയി ചേസ് ചെയ്ത് വീണ്ടും പിടിച്ച് ഇതിൽ നിർത്തുമ്പോൾ ആ ഒരു വേദന എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സത്യം. ഈ ഒരു റീഡിങ്ങിന്റെ ഏറ്റവും വലിയൊരു സത്യം അതാണ്. അപ്പൊ നിങ്ങൾക്ക് വാല്യൂ വരുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല, അവരായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഇനി ഒട്ടും താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പെയിനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ആ ഒരു ഓവർ തിങ്കിങ് വരുമ്പോൾ, അല്ല വേദനകൾ വരുമ്പോൾ നിങ്ങൾക്ക് അത് മാറ്റാനായിട്ടുള്ള ടെക്നിക്സുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ റീഡിങ്ങുകൾ കാണാം, ഇവിടെ വരാം, കമന്റുകൾ ഇടാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ നമ്മളും ഇവിടെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളെ ശരിക്കും ഇങ്ങനെ വേദനയും വിഷമവും ഒക്കെ വരുന്ന സമയത്ത് ഞാനിത് ശരിക്കും ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യമാണോ എന്നാണ് നിങ്ങൾ ഫസ്റ്റ് ചിന്തിക്കേണ്ടത്. ഞാൻ എന്ന വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ എന്നെക്കുറിച്ച് എനിക്കറിയാം.
അപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് മറ്റുള്ള ആളുകളെക്കാൾ കൂടുതൽ അറിയാവുന്നത് എനിക്കാണല്ലോ. അപ്പം ഞാൻ ചിന്തിക്കുക, ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഞാൻ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഇവിടെ ഇരുന്ന് കരയാനോ വിഷമിക്കാനോ ഒക്കെ ഞാൻ ഡിസേർവ് ചെയ്യുന്ന ഒരാളാണോ, എനിക്ക് കിട്ടേണ്ടത് ഇതാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ അതിൻ്റെ ആൻസർ ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ട് അതിനുശേഷം നിങ്ങളെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. അവരെ മിസ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ അവർ തിരിച്ചു വരുമോ എന്നുള്ള ഒരു അൺസർട്ടനിറ്റി ഇല്ലാത്തൊരു കാര്യമാണത്. അവർ തിരിച്ചു വരുമോ എന്നൊക്കെ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണോ, അല്ലെങ്കിൽ നിങ്ങളെ അവരെ നിങ്ങൾ മിസ് ചെയ്യുന്നതാണോ? ഇത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഒരു മനസ്സിനൊരു നല്ല ധൈര്യം കിട്ടും. അപ്പൊ ഇതിനകത്ത് ഈ ഒരു പേഴ്സണെ വീണ്ടും വെയിറ്റ് ചെയ്ത് നിൽക്കണോ, അല്ലെങ്കിൽ സെപ്പറേഷനിൽ പോയത് ഇത് നല്ലതിന് വേണ്ടിയിട്ടാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരും. അപ്പോൾ ഇതിൽ ശരിക്കും നിങ്ങൾ എന്തിനു വേണ്ടിയാണ് വേദനിക്കുന്നത് എന്നാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടെത്തേണ്ട ഒരു കാര്യം. അപ്പൊ അത് കണ്ടെത്തി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഇനി എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി വരും. അപ്പോൾ ഇപ്പോഴും ഇതിൽ ഏറ്റവും പ്രധാനം നമ്മൾ എപ്പോഴും ചിന്തിക്കുമ്പോൾ, ഓവർ തിങ്കിങ് ആണെങ്കിൽ പോലും നമ്മൾ എപ്പോഴും ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാണ്. ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ എപ്പോഴും പ്രയോറിറ്റി, നമ്മുടെ ചിന്തകളിൽ പോലും നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മൾക്ക് തന്നെയാണ്. നമ്മൾക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾക്ക് സമാധാനം തരുന്ന, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനായിട്ട് എപ്പോഴും നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അപ്പം പുതിയ പുതിയ ഗോൾസ് സെറ്റ് ചെയ്യുക. ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സ് ആണെങ്കിൽ പോലും അതൊക്കെ സെലിബ്രേറ്റ് ചെയ്യുക. കുറച്ച് ഈ ഒരു പേഴ്സണിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആകാനായിട്ട് ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുക. പഴയ മെമ്മറീസ് ഒക്കെ ട്രിഗർ ആകുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ അവർ എന്നെ ശരിക്കും വാല്യൂ ചെയ്യുന്നുണ്ടോ, ഞാൻ ഇത് ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യമാണോ എന്നൊക്കെ ഇത് നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കുക. നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക, നിങ്ങളെ തന്നെ കെയർ ചെയ്യാനായിട്ട് തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടി ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, വിത്തിൻ 72 hours ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് വരുന്നത്. ആക്ടിങ് എന്ന് പറയുന്നൊരു ക്ലൂ വരുന്നുണ്ട്. നമ്പർ 9, 1982, number 31, lots of friends, accountant, reading, green color, encourages you, kindness, 1985, photography, letter O, number 6, tomorrow, letter P, life change, 1986, caring, November month, 1984, you can trust, black color, number 43, letter V, lawyer, yellow color, 1983, long hair, യോഗ എന്ന് പറയുന്ന ക്ലൂ നമുക്കിത് കിട്ടുന്നുണ്ട്. നെയിൽ പോളിഷ്, നമ്പർ 41, 1989, yes possible, letter M, 1987, number 37, tattoo art, self-employed, number 44, 1975, 1979, 1991, 1981, മലപ്പുറം ജില്ല, മ്യൂസിക്, പർപ്പിൾ കളർ, പെയിന്റിങ്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങും അതുപോലെ തന്നെ ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമൻറ്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.